ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് സ്വന്തം ഉയർച്ച താഴ്ചകളിൽ ഉത്തരവാദിത്തമുണ്ട്. അവൻ്റെ പ്രവൃത്തിയുടെ ഫലമായാണ് പലതും സംഭവിക്കുന്നത്. മറ്റുള്ളവരെ വിമർശിച്ച് കാലം കഴിക്കാതെ സ്വന്തം പ്രവർത്തനത്തെ കുറ്റമറ്റതാക്കുക. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ഭാവനയിൽ കാണാനുള്ള ദീർഘദൃഷ്ടി ഉണ്ടായിരിക്കണം. 1949 പോപ്പുലർ മെക്കാനിക് എന്ന അമേരിക്കൻ മാസിക കമ്പ്യൂട്ടറുകളെക്കുറിച്ച് ഇങ്ങനെ എഴുതി: ഭാവിയിലുള്ള കമ്പ്യൂട്ടറുകൾ 1.5 ടണ്ണിൽ കൂടുതൽ ഭാരം വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കൈവെള്ളയിൽ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന പാം ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ കാലമാണ്. കമ്പ്യൂട്ടറിൻ്റെ അതിവേഗത്തിലുള്ള രൂപപരിണാമം ആ ശാസ്ത്രമാസികയ്ക്ക് പോലും ഭാവന ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് കമ്പ്യൂട്ടറുകളുടെ അത്ഭുതം സാധ്യമാക്കുന്ന മൈക്രോചിപ്പ് 1968 ആദ്യമായി രൂപപ്പെടുത്തിയപ്പോൾ IBMലെ ഒരു സീനിയർ ഓഫീസർ ചോദിച്ചു, മൈക്രോചിപ്പ് എന്ന ഈ സാധനം എന്തിന് കൊള്ളാം? പിന്നീട് കമ്പ്യൂട്ടറുകൾ സാങ്കേതിക വിദ്യ അത്ഭുതകരമായി വളർന്നപ്പോൾ പലരും ഹോം കമ്പ്യൂട്ടറുകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന കെൽ ഓൺസൺ 1977 പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ഭവനങ്ങളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് ഞാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കമ്പ്യൂട്ടർ രംഗവുമായി ഏറെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ അവർക്കൊന്നും കമ്പ്യൂട്ടറിൻ്റെ അനന്ത സാധ്യതകൾ മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. അവരുടെ ഭാവന അത്ര വരെ പോയുള്ളൂ. പുതിയ സാധ്യതകളെ ഭാവനയിൽ പോലും കാണാൻ കഴിഞ്ഞില്ല എന്ന് ചുരുക്കം. ഇത് കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ഇൻ്റർനെറ്റിൻ്റെയും സാറ്റലൈറ്റ് ടെലിവിഷൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഒക്കെ യുഗമാണ്. സമ്പന്നമായ പാശ്ചാത്യ ലോകത്ത് മാത്രമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം സർവ്വസാധാരണമായിരിക്കുന്നു. കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ സഹായമില്ലാത്ത ആധുനിക ലോകത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുകയില്ല. എന്നാൽ 50 വർഷം മുൻപുള്ള കഥ കേൾക്കണോ? IBM എന്ന അമേരിക്കൻ കമ്പനിയുടെ ചെയർമാനായിരുന്ന തോമസ് വാട്സൺ കമ്പ്യൂട്ടറുകളുടെ മാർക്കറ്റ് സാധ്യത വിലയിരുത്തിക്കൊണ്ട് 1943 പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ ലോക മാർക്കറ്റിൽ 5 കമ്പ്യൂട്ടറുകൾ വിൽക്കാനുള്ള സാധ്യതകൾ മാത്രമാണ് ഞാൻ കാണുന്നത്. അക്കാലത്ത് IBM രൂപകൽപ്പന ചെയ്തിരുന്ന കമ്പ്യൂട്ടറുകൾ വലിപ്പമേറിയ യന്ത്രങ്ങളായിരുന്നു. അതുപോലെ അവയുടെ വിലയാകട്ടെ പണക്കാർക്ക് പോലും താങ്ങാവുന്നതിൽ ഏറെയായിരുന്നു. അക്കാലത്ത് IBMൻ്റെ ചെയർമാന് പോലും കമ്പ്യൂട്ടറിൻ്റെ അതിവേഗത്തിലുള്ള വളർച്ചയും അതിൻ്റെ സാർവത്രിക ഉപയോഗവും ഭാവനയിൽ പോലും കാണാൻ സാധിച്ചില്ല. കമ്പ്യൂട്ടറുകളുടെ ലോകത്ത് നിന്ന് നമുക്ക് ടെലിഫോണിൻ്റെ ലോകത്തേക്ക് വരാം. ടെലഗ്രാഫ് വഴിയുള്ള വാർത്താവിനിമയം പോപ്പുലറാക്കിയ അമേരിക്കൻ കമ്പനിയാണ് വെസ്റ്റേൺ യൂണിയൻ. എന്നാൽ ടെലിഫോൺ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ആ സംവിധാനത്തെക്കുറിച്ച് വെസ്റ്റേൺ യൂണിയൻ്റെ ഭാരവാഹികൾ 1876 പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: വാർത്താവിനിമയത്തിന് ഉപയോഗിക്കാൻ പറ്റിയ സംവിധാനമല്ല ടെലിഫോൺ. ടെലിഫോണിന് പല പോരായ്മകളുമുണ്ട്. ഞങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ടെലിഫോണിന് യാതൊരു മൂല്യവുമില്ല. ടെലിഫോൺ സംബന്ധിച്ച വെസ്റ്റേൺ യൂണിയന് തെറ്റുപറ്റിയെന്ന് ആ കമ്പനികളുടെ ഭാരവാഹികൾ അധികം താമസിയാതെ മനസ്സിലാക്കുകയും സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മറ്റ് കമ്പനികൾ ടെലിഫോൺ സംവിധാനം തങ്ങളുടെ കുത്തകയാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. കമ്പ്യൂട്ടറിൻ്റെയും ടെലിഫോണിൻ്റെയും ലോകത്തു നിന്ന് നമുക്ക് വിമാനങ്ങളുടെ വിഹായസിലേക്ക് പറന്നുയരാം. അങ്ങ് ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന ലോർഡ് കെൽവിൻ പറക്കുന്ന വാഹനങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് 1895 പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആകാശത്തിലൂടെ പറക്കുന്ന വാഹനങ്ങൾ അസാധ്യമാണ്. കെൽവിൻ്റെ ആ പ്രസ്താവന കഴിഞ്ഞ് കേവലം 8 വർഷങ്ങൾക്ക് ശേഷം ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അങ്ങ് അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ വിമാനം പറപ്പിക്കുക തന്നെ ചെയ്തു. ഈ സംഭവത്തിന് ശേഷം അധികം താമസിയാതെ വിമാനം എങ്ങനെ യുദ്ധരംഗത്ത് ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഫ്രാൻസിലെ ഒരു മിലിറ്ററി അക്കാദമിയിൽ ചർച്ച നടന്നു. അപ്പോൾ സംഘത്തലവൻ മാർഷൽ ഫെർഡിനാൻഡ് ഫോക്സ് പറഞ്ഞത് ഇങ്ങനെയാണ്: വിമാനങ്ങൾ നല്ല കളിപ്പാട്ടങ്ങൾ തന്നെ, എന്നാൽ യുദ്ധത്തിന് അവ ഉപകരിക്കില്ല. നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് തന്നെ മടങ്ങി വരാം. ബിൽ ഗേറ്റ്സ് കമ്പ്യൂട്ടർ രംഗത്ത് മുടിചൂടാ മന്നനാണല്ലോ. മൈക്രോസോഫ്റ്റ് എന്ന കമ്പ്യൂട്ടർ കമ്പനിയിലൂടെ ലോകത്തിലെ തന്നെ സമ്പന്നരിൽ ഒരാളായി മാറിയ ബിൽ ഗേറ്റ്സ് മാനസിക തുറവിയോടെ ഭാവിയെ ഉറ്റുനോക്കുന്ന ഒരാളാണ്. എന്നാൽ സാമാന്യം നല്ല സ്പീഡുള്ള 640K എന്ന കമ്പ്യൂട്ടർ 1981 വികസിപ്പിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവന പോലും പരിമിതപ്പെട്ടതാണെന്ന് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞു, ഇത്രയും സ്പീഡുള്ള കമ്പ്യൂട്ടർ എല്ലാവരുടെയും ഉപയോഗത്തിന് വേണ്ടതിലധികമാണെന്ന്. ബിൽ ഗേറ്റ്സ് അങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ അനന്തമായ സാധ്യതകൾ കാണാൻ തയ്യാറായി. തന്മൂലം കമ്പ്യൂട്ടർ രംഗത്ത് ഓരോ ദിവസവും അദ്ദേഹം അത്യത്ഭുതങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നു.
ബിൽഗേറ്റ്സിനെ പോലെ ഭാവനാവിലാസത്തോടും മാനസിക തുറവിയോടും കൂടി എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നിരുന്നാലും പുതിയ പുതിയ കാര്യങ്ങൾ വിഭാവന ചെയ്യാനും അവ ഉൾക്കൊള്ളാനുമുള്ള മാനസിക തുറവി അത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ഇനിയും എത്ര കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ പ്രവർത്തിച്ചുകൂടെ നമുക്ക്? നമ്മുടെ ആയുസ്സിൽ നാം ചെയ്ത കാര്യങ്ങൾക്കും കണ്ട കാര്യങ്ങൾക്കും കേട്ട കാര്യങ്ങൾക്കും മാത്രമേ പ്രസക്തിയുള്ളൂ എന്ന ചിന്തയാണോ നമ്മുടേത്? എങ്കിൽ മാനസിക തുറവിയുടെ കാര്യത്തിൽ നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഗുഡ് ബൈ.